are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. Hello everyone, welcome back to SS World. ഇന്നത്തെ വീഡിയോയിൽ മുരിങ്ങയില വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പൈസി കേക്കാണ് ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മുരിങ്ങയില 1 കപ്പ്. ഇത് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കണേന്ന് ഒരു ടിപ്പും കൂടി ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് മുരിങ്ങയില, 2 കപ്പ് സവാള അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ജിഞ്ചർ ഒരു ചെറിയ പീസ്, 2 പച്ചമുളക്, 4 ക്ലോവ് ഗാർലിക്കും അതൊന്ന് നന്നായി ഒരു പേസ്റ്റ് ആവണ വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, പിന്നെ ക്യാപ്സിക്കം ഒരു 1 ടേബിൾ സ്പൂൺ, ചിക്കന് 200 ഗ്രാം. ഇത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ബാറ്ററിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിൽ തന്നെ 1 കപ്പ് മൈദ, 2 മുട്ട, 1 കപ്പ് പാലും, 1 കപ്പ് പ്ലസ് 1/4, 3/4 കപ്പ് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ, 2 ക്ലവ് ഗാർലിക്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് മുരിങ്ങയില എടുക്കാം. മുരിങ്ങയില എങ്ങനെയാണ് പെട്ടെന്ന് എടുക്കണതെന്നും പിന്നെ അതിൻ്റെ തണ്ടിൽ നിന്ന് എങ്ങനെയാണ് വേർപെടുത്തുന്നതെന്നും കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മൾ ഒരു സ്റ്റെം എടുത്തതിന് ശേഷം അതിലേക്ക് വെച്ചു കൊടുക്കാം. ഈസി ആയിട്ട് പിള്ളേർക്ക് വരെ ഇത് നന്നാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് താഴത്തു നിന്ന് സ്റ്റെം വലിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ പോരും. ഇനി നമുക്ക് ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് മുരിങ്ങയില തണ്ടൊക്കെ കളഞ്ഞ് വേർപിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം റെസിപ്പി ഉണ്ടാക്കാൻ സ്റ്റാർട്ടാക്കാം. മുരിങ്ങയില കഴുകി പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ഒന്നും കൂടി വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്, പാലൊഴിക്കാം. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഗാർലിക് ക്ലോവ് ഇട്ട് കൊടുക്കാം, 2 എണ്ണം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലൊക്കെ, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കാം. ബാറ്റർ ഇച്ചിരി തിക്കാണ്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് വീണ്ടും അടിച്ചെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയായെന്ന് നോക്കാം. ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റിയിട്ട് സവാള സെയിം പാത്രത്തിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക്, ജിഞ്ചറും ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കാം. നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. മുരിങ്ങയില ഇട്ട് വാതിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ടതിന് ശേഷം മൂടി വെക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബോട്ടം ലെയർ ഒന്ന് വേവിക്കാൻ വെക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ഒരു ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊന്ന് ഓയിൽ പരത്തി കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് പരത്തി കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിലും ഗീ പരത്തി കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് 3 to 4 minutes വേവിക്കാൻ വെക്കാം. മുരിങ്ങയിലൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല പൗഡറും ചിക്കൻ മസാല പൗഡറും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയാണ്ട ഉണ്ടെങ്കിൽ അതും ഇടാം. ശേഷം 3 to 4 minutes കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല മിഡലിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി വയ്ക്കാം. ബാറ്ററി ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം വെച്ചെടുക്കും. ഇനി അതൊന്ന് മൂടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആയെന്ന് നോക്കാം. ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് മറുഭാഗം കൂടി വേവിച്ചെടുക്കണം.
മറിച്ചിട്ടിട്ട് 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തൽ നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മുരിങ്ങയില ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചിക്കൻ ചേർത്ത് ഒരു കേക്ക് പോലെ ഉണ്ടാക്കി കൊടുത്താൽ പാത്രം കാലിയാവും. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട നല്ല ചിക്കനും മുരിങ്ങയില ഫില്ലിങ്ങിനോട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.